ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ +1 ഫിസിക്സ് യൂണിറ്റ് 10 ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എന്നുള്ളൊരു ടോപ്പിക് ചാപ്റ്റർ ആണ്. അതിൽ ഫോഴ്സ്ഡ് ഓസിലേഷൻസ്, റെസൊണൻസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു വേവ്സ്, ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി 2 വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോഴ്സ്ഡ് ഓസിലേഷൻസ് ആണ്. അപ്പോൾ ഒരു സിസ്റ്റം നമുക്ക് ഒരു ഫ്രീ ഓസിലേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യുന്നത് അതിന്റെ ഓൺ നാച്ചുറൽ ഫ്രീക്വൻസി ആയിരിക്കും. അതായത് എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ അത് അതിന്റെ ഓൺ നാച്ചുറൽ ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ടായിരിക്കും അത് വൈബ്രേറ്റ് ആകുന്നത്. ആ ഒരു സമയത്തായിരിക്കും നമുക്ക് അവിടെ ഫ്രീ ഓസിലേഷൻസ് നമുക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, അതായത് ആ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഒരു ഫ്രീ ഓസിലേഷൻസ് ഉണ്ടെന്ന് പറയുന്നത് എപ്പോഴായിരിക്കണം? ഇഫ് ഇറ്റ് വൈബ്രേറ്റ്സ് വിത്ത് ഇറ്റ്സ് ഓൺ നാച്ചുറൽ ഫ്രീക്വൻസി, എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് ഒന്നും ഇല്ലാതെ അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഫോഴ്സ് ഫ്രീക്വൻസി വെച്ച് വൈബ്രേറ്റ് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന് ഫ്രീ ഓസിലേഷൻസ് ഉണ്ടെന്ന് പറയാം ഒരു സിസ്റ്റത്തിൽ. ഓക്കെ, അപ്പൊ എന്താണ് ഫോഴ്സ്ഡ് ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ഓസിലേറ്റ് ചെയ്യുകയാണ്, ഒരു എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് യൂസ് ചെയ്തിട്ട് ആ ഒരു ബോഡി ഓസിലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ആ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും? നാച്ചുറൽ ഫ്രീക്വൻസിയിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിലായിരിക്കും നമ്മൾ പീരിയോഡിക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഓസിലേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോഴ്സ്ഡ് ഓസിലേഷൻ. അതായത് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സുമായിട്ട് കൊടുത്ത് നമ്മൾ ആ ഒരു ബോഡീനെ ഓസിലേറ്റ് ചെയ്യിക്കുകയാണ്. അതാണ് ഫോഴ്സ്ഡ് ഓസിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു ബോഡി ഓസിലേറ്റ് ചെയ്യുന്നത് ഒരു എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് ആയിരിക്കും. ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു സിസ്റ്റത്തിന്റെ നാച്ചുറൽ ഫോഴ്സിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫോഴ്സ് ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ബോഡി ഓസിലേറ്റ് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് ഓസിലേഷൻസിനെ എന്ത് പറയാം? ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒരു ഫോഴ്സ്ഡ് ഓസിലേഷന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇക്വേഷൻ നോക്കാം. ഓക്കെ, അപ്പൊ ഒരു ഇക്വേഷൻ x of t is equal to a cos omega dt plus phi എന്നുള്ള ഒരു ഇക്വേഷൻ ആണ് വരുന്നത്. അതിൽ ഒമേഗ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്, അതായത് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ഡ്രൈവിംഗ് ഫോഴ്സിന്റെ ആംഗുലാർ ഫ്രീക്വൻസിയാണ് ഒമേഗ ഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് f of t is equal to f0 cos omega dt. അപ്പൊ ഒമേഗ dt എന്താണെന്ന് നമുക്കറിയാം. ആ ഒരു എക്സ്റ്റേണൽ നമ്മൾ കൊടുക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സിന്റെ ആംഗുലാർ ഫ്രീക്വൻസിയാണ്. സോ ഡ്രൈവിംഗ് ഫോഴ്സിന് എങ്ങനെ എഴുതാം? f of t is equal to f0 cos omega d into t ആണ് വരുന്നത്. ഓക്കെ, the equation of motion of the particle under combined action of linear restoring force, damping force and time dependent driving force. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. നമ്മൾ ആ ഒരു കമ്പൈൻഡ് ആക്ഷൻ ആണ്. എന്തിലൊക്കെയാണ് നമുക്ക് അവിടെ വരുന്നത്? ഒരു ലീനിയർ റീസ്റ്റോറിംഗ് ഫോഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഡാമ്പിംഗ് ഫോഴ്സ് വരുന്നുണ്ട്, ദെൻ ടൈം ഡിപെൻഡന്റ് ഡ്രൈവിംഗ് ഫോഴ്സ്. ഇതിന്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ആ ഒരു പാർട്ടിക്കിളിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണെന്ന് നമുക്ക് എഴുതാം. ഓക്കെ, that is equal to minus kx of t minus bv of t plus f0 cos omega dt equal to ma of t ആണ് വരുന്ന ആ ഒരു കമ്പൈൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമുക്ക് എങ്ങനെ പറയാം? m d square x by dt square plus b dx by dt plus kx is equal to f0 cos omega dt എന്നുള്ളൊരു ഫോമിലേക്ക് നമുക്ക് മാറ്റാം. അപ്പൊ ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ നമുക്ക് നോക്കുമ്പോൾ എന്താ വരിക? x of t is equal to a dash cos omega dt plus phi. അതായത് നമ്മൾ തൊട്ട് മുമ്പ് ആ ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ സൊല്യൂഷൻ ആണ് x of t is equal to a dash cos omega dt plus phi എന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ a dash എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു രണ്ട് ഫ്രീക്വൻസിയുടെ ആംപ്ലിറ്റ്യൂഡ് ആണ്. അതായത് ആ രണ്ട് ഫ്രീക്വൻസിയുടെ ഫംഗ്ഷൻ ആയിട്ട് വരുന്ന ആംപ്ലിറ്റ്യൂഡ് ആണ്. ഡ്രിവൺ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ ടി, നാച്ചുറൽ ഫ്രീക്വൻസി എന്നുള്ളത് ഒമേഗയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആംപ്ലിറ്റ്യൂഡിനുള്ള ഇക്വേഷൻ എഴുതാം. a dash is equal to f0 by m square omega square minus omega d square whole square plus omega square d into b square whole power 1 by 2. ഇതാണ് അതിൽ വരുന്ന ആംപ്ലിറ്റ്യൂഡിനുള്ള ഇക്വേഷൻ. ദെൻ ഫേസ് ആംഗിൾ ഫൈ എന്നുള്ള ഇക്വേഷൻ എന്താണ്? tan ഇൻവേഴ്സ് ഓഫ് മൈനസ് v0 ബൈ ഒമേഗ ഡി x0. ഇതാണ് നമുക്ക് ആംപ്ലിറ്റ്യൂഡിനുള്ള ഇക്വേഷനും അതുപോലെ തന്നെ ഫേസ് ആംഗിളിനുള്ള ഇക്വേഷനുമാണ്. അപ്പൊ നമുക്ക് ഈ ഫ്രീക്വൻസീസ് നമുക്ക് നോക്കുമ്പോൾ അതിനെ ബേസ് ചെയ്ത് നമുക്ക് രണ്ട് കേസസ് ആണ് വരുന്നത്. ഒന്ന് സ്മോൾ ഡാമ്പിംഗ് ഫോഴ്സ്, അതായത് ഡ്രൈവിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസിനേക്കാൾ ലെസ് ദാൻ ആയിട്ടുണ്ടെങ്കിൽ, അതായത് ഒമേഗ ഡി അല്ലെ, ഡ്രൈവിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ ഡി ആണ്. വിച്ച് ഈസ് ലെസ് ദാൻ ഒമേഗ ആണെങ്കിൽ നമുക്ക് വരുന്ന കേസസ് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് a dash is equal to f0 by m into omega square minus omega square d ആണ് വരുന്നത്. ഇതാണ് നമുക്ക് അതിൽ വരുന്ന ആംപ്ലിറ്റ്യൂഡ് ഇക്വേഷൻ. ഏതാണ് കേസ്? ഡ്രൈവിംഗ് ഫ്രീക്വൻസി which is less than natural frequency omega എന്ന് പറയുന്നത്. ഓക്കെ,
സെക്കൻഡ് കേസിൽ എങ്ങനെയാണ് ഡ്രൈവിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ ഒരു നാച്ചുറൽ ഫ്രീക്വൻസിക്ക് അപ്രോക്സിമേറ്റ്ലി ക്ലോസ് ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ത് വരും a dash is equal to f0 by omega d into b എന്നാണ് വരുന്നത്. ഓക്കെ, ഇത് നമുക്ക് സെക്കൻഡ് കേസ്. അപ്പൊ രണ്ട് കേസസ് ആണ് ആ ഒരു ഫ്രീക്വൻസിയുടെ ബേസിസിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് റെസൊണൻസ് എന്താണെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡ്രൈവിംഗ് ഫ്രീക്വൻസിയുടെ ആംപ്ലിറ്റ്യൂഡ്, അതായത് the phenomenon of increasing driving frequency of amplitude when driving frequency is close to natural frequency. Driving frequency natural frequency ആയിട്ട് ക്ലോസ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ഒരു ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഓഫ് ആംപ്ലിറ്റ്യൂഡ് ആ ഒരു ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഓഫ് ആംപ്ലിറ്റ്യൂഡിനെ ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെസൊണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടി പറയാം. ഇപ്പൊ നമ്മുടെ ആ ഒരു ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും അതുപോലെ തന്നെ നാച്ചുറൽ ഫ്രീക്വൻസിയും വളരെ ക്ലോസ് ആവുന്ന ടൈമിൽ നമ്മളൊരു ഇക്വേഷൻ പറഞ്ഞു. തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ ആ ഒരു ഇക്വേഷൻ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ആ ഒരു ടൈമിങ്ങിൽ ഇൻക്രീസ് ഇൻ ഡ്രൈവിംഗ് ഫ്രീക്വൻസി ഓഫ് ആംപ്ലിറ്റ്യൂഡ്, ഓക്കെ, ആ ഒരു ആംപ്ലിറ്റ്യൂഡിൽ വരുന്ന വാല്യൂ, ഡ്രൈവിംഗ് ഫ്രീക്വൻസിയിലെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ഇൻക്രീസ് ആവുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റെസൊണൻസ് ഒക്കർ ആവുന്ന ആ ഒരു ചെറിയ കേസസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. റെസൊണൻസ് കോസസ് ഡ്യൂറിംഗ് എർത്ത് ഡിസാസ്റ്റർ ഡ്യൂറിംഗ് എർത്ത് ഉണ്ടാകുന്ന ആ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് റെസൊണൻസ് കാരണമാണ്. അതായത് വെൻ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ ബിൽഡിംഗ്സ് എന്ന് പറയുന്നത് ആ ഒരു പീരിയോഡിക് വൈബ്രേഷൻസ്, ആ ഒരു എർത്ത് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന എർത്തിലുണ്ടാകുന്ന ആ ഒരു പീരിയോഡിക് വൈബ്രേഷൻസും ആയിട്ട് ഈക്വൽ ആകുമ്പോൾ എന്താകുന്നുണ്ട്, ബിൽഡിംഗ് എന്താകും, വൈബ്രേറ്റ് ആകുന്നതിന് ചാൻസസ് ആകും. അത് ആംപ്ലിറ്റ്യൂഡ് കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ബിൽഡിംഗ് ഒക്കെ കൊളാപ്സ് ആകുന്നത്. ഓക്കെ, അതായത് നമുക്ക് രണ്ടും ഈക്വൽ ആകും, ആ ഒരു എർത്തിന്റെ വരുന്ന ഫ്രീക്വൻസിയും അതേപോലെ തന്നെ ബിൽഡിംഗിൽ ഉണ്ടാകുന്ന ആ ഒരു നാച്ചുറൽ ഫ്രീക്വൻസിയും രണ്ടും ഈക്വൽ ആകുമ്പോൾ ബിൽഡിംഗിൽ കൂടുതൽ വൈബ്രേഷൻസ് ഒക്യൂർ ആവുകയും ആ ബിൽഡിംഗ് കൊളാപ്സ് ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എർത്ത് സമയങ്ങളിൽ നമുക്ക് കൂടുതൽ ഡിസാസ്റ്റർ ഒക്കർ ആകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സോൾജേഴ്സ് ഓഫ് മാർച്ചിങ് ട്രൂപ്സ് ആർ ഓർഡർഡ് ടു ബ്രേക്ക് ദെയർ സ്റ്റെപ്സ് വൈൽ ക്രോസിംഗ് ഓവർ എ ബ്രിഡ്ജ്. അത് എന്തുകൊണ്ടാണ് പറഞ്ഞത്, ആ ട്രൂപ്സ് ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ആ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു സ്റ്റെപ്സ് ബ്രേക്ക് ചെയ്യും. കാരണം എന്താന്ന് പറയുകയാണെങ്കിൽ ആ ബ്രിഡ്ജിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ ഒരു ഫ്രീക്വൻസി ഓഫ് സ്റ്റെപ്സ് ഓഫ് സോൾജേഴ്സുമായിട്ട് മാച്ച് ചെയ്യും. അതെന്താകുമ്പോൾ എന്താകും, അത് കൂടുതലായിട്ട് വൈബ്രേഷൻ ആവുകയും ആംപ്ലിറ്റ്യൂഡ് കൂടിയ രീതിയിലുള്ള വൈബ്രേഷൻ ആവുകയും ആ ബ്രിഡ്ജ് ഡാമേജ് ആകുന്നതിന് ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്ന സോൾജേഴ്സ് ആ ഒരു ബ്രിഡ്ജ് വഴി മാർച്ച് ചെയ്ത് പോകുമ്പോൾ അവരുടെ സ്റ്റെപ്സിൽ ചെറിയ ചേഞ്ചസ് വരുത്തുന്നത്. ഓക്കെ, അപ്പൊ ഈ റെസൊണൻസ് കാരണമാണ് നമുക്ക് ഈ പറയുന്ന ചില ഡിസാസ്റ്ററുകളൊക്കെ ഒക്യൂർ ആകുന്നത്. ഓക്കെ, അപ്പൊ റെസൊണൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഡ്രൈവിംഗ് ഫ്രീക്വൻസിയുടെ ആംപ്ലിറ്റ്യൂഡിൽ വരുന്ന വേരിയേഷൻസ് ആണ്, ഹൈ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എപ്പോഴായിരിക്കും, ഡ്രൈവിംഗ് ഫ്രീക്വൻസിയും അതേപോലെ തന്നെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആകുന്ന ആ ഒരു സ്റ്റേജിൽ. ഓക്കെ, ഇതാണ് നമുക്ക് പറയുന്ന റെസൊണൻസ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു വേവ്സ് ആണ്. ഓക്കെ, അപ്പൊ വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? Wave, it is a disturbance which propagates energy from one place to another without the transport of matter. അല്ലെ, പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ട് ഒന്നും തന്നെ ഇല്ലാതെ ഒരു സ്ഥലത്തിൽ നിന്നും എനർജിനെ വേറൊരു സ്ഥലത്തേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റർബൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡിസ്റ്റർബൻസ് വിച്ച് പ്രൊപ്പഗേറ്റ്സ് എനർജി ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പൊ ഏതൊക്കെ ടൈപ്സിലാണ് നമുക്ക് വേവ്സ് വരുന്നത്? മെയിൻ ആയിട്ട് 3 ടൈപ്സ് ആണ്. എന്തൊക്കെയാണ് വരുന്നത്? മെക്കാനിക്കൽ വേവ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആൻഡ് ദി മാറ്റർ വേവ്സ്. There are 3 types of waves. അപ്പോൾ ഇനി ഓരോ വേവ് എന്താന്ന് നമുക്ക് നോക്കാം. First one is called mechanical wave. The wave which require material medium for their propagation. അപ്പോൾ ഒരു പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് അവർക്ക് ഒരു മീഡിയം, ഒരു മെറ്റീരിയൽ മീഡിയം, സോളിഡോ ലിക്വിഡോ ഗ്യാസോ ഏതെങ്കിലും ഒരു മീഡിയം യൂസ് ചെയ്യുന്നുവെങ്കിൽ, ആ ഒരു പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുവെങ്കിൽ that type of waves are called mechanical waves. ഓക്കെ, മെക്കാനിക്കൽ വേവ്സിന്റെ വേറൊരു പേരാണ് elastic waves എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ എന്തൊക്കെയാണ്? വാട്ടർ സർഫേസ്, വേവ്സ് ഓൺ ദ വാട്ടർ സർഫേസ്, വേവ്സ് ഓൺ സ്ട്രിങ്സ്, അതുപോലെ തന്നെ സൗണ്ട് വേവ്. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ മെക്കാനിക്കൽ വേവ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടായിരിക്കും, മെറ്റീരിയൽ മീഡിയം യൂസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ പ്രൊപ്പഗേഷൻ നടക്കുന്നത്. ഓക്കെ, for a wave motion to take place in a medium, the medium must possess the proper ties or elasticity of an inertia. അപ്പോൾ നമുക്ക് ആ ഒരു മെറ്റീരിയൽ, നമ്മൾ ആ ഒരു മീഡിയം യൂസ് ചെയ്യുമ്പോൾ ആ ഒരു മെറ്റീരിയൽ മീഡിയം എന്ന് പറയുന്നത് എന്തായാലും അതിന്റെ ഒരു ഇലാസ്റ്റിസിറ്റിയും വേണം, അതിന്റെ ഒരു ഇനർഷ്യ അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ വേണം. ഓക്കെ, അപ്പോൾ a wave motion is not the bodily motion of medium. അപ്പൊ വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ബോഡിയുടെ മോഷനെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ ഒരു മീഡിയത്തിൽ ഉണ്ടാകുന്ന ബോഡിയുടെ മോഷൻ അല്ല നമ്മൾ പറയുന്നത്. ഓക്കെ, in a wave motion the transfer of energy takes place from one point of the medium to the other.
അപ്പൊ ഇതിൽ എങ്ങനെ വരുന്നത് ട്രാൻസ്ഫർ ഓഫ് എനർജി ട്രാൻസ്ഫറിങ് ആണ്. ഒരു സ്ഥലത്ത് നിന്നും വേറൊരു മീഡിയത്തിലേക്ക്, ആ ഒരു മീഡിയത്തിൽ നിന്നും ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് വരുന്ന ഒരു എനർജിയുടെ ട്രാൻസ്ഫർമേഷൻ ആണ് ഈ പറയുന്ന എന്ത് പറയുന്നത് ഒരു വേവ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ വേവ് മോഷൻ നമ്മൾ എങ്ങനെ ഗവൺ ചെയ്യുന്ന പറഞ്ഞാൽ ന്യൂട്ടൺസ് ലോ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ there are two types of mechanical waves. First one is the longitudinal wave and second one is the transverse wave. അപ്പൊ എന്തൊക്കെയാണ് ലോഞ്ചിറ്റ്യൂഡിനലും ട്രാൻസ്വേഴ്സും നോക്കാം. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? if the particles of the medium vibrate in the direction of propagation wave, ആ ഒരു propagation of waveന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ആ ഒരു മീഡിയത്തിൽ ഉണ്ടാവുന്ന പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ആകുന്നുവെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഓക്കെ, അതായത് ആ ഒരു മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് ആ ഒരു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവിന് പ്രൊപ്പതായിട്ടാണെങ്കിൽ നമുക്ക് അതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾ വേവ്സ് ഓൺ സ്പ്രിംഗ് അല്ലെങ്കിൽ സൗണ്ട് വേവ്സ് ഇൻ എയർ, ഇതൊക്കെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ വരുന്ന എക്സാമ്പിൾസ്. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ആവുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ആ ഒരു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ വേവിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയാം. ഓക്കെ, വേവ്സ് ഓൺ സ്ട്രിങ്സ് അണ്ടർ ടെൻഷൻ, വേവ്സ് ഓൺ സർഫേസ് വാട്ടർ, ഇതൊക്കെയാണ് നമുക്ക് ട്രാൻസ്വേഴ്സ് വേവിൽ വരുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെക്കാനിക്കൽ വേവ്സ് ആർ ടു ടൈപ്സ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് ഓർ longitudinal is said to be progressive wave or a traveling wave. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവോ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെ നമുക്ക് ഒരു പ്രോഗ്രസീവ് വേവ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് വേവ് ആയിട്ട് പറയാൻ പറ്റും. കാരണം എന്താണ്? അത് ഒരു പോയിന്റിൽ നിന്നും വേറൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതിന് നമുക്ക് ഒരു ഡിസ്റ്റർബൻസ്, വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിസ്റ്റർബൻസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Then a mechanical wave shall be transverse or longitudinal depending on the nature of the medium. ആ ഒരു മീഡിയത്തിന്റെ, നമ്മൾ പറഞ്ഞു ആ ഒരു മെക്കാനിക്കൽ വേവിനെ പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മീഡിയം ആവശ്യമാണ്. അപ്പൊ അതിന്റെ ഒരു നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു മോഡ് ഓഫ് എക്സൈറ്റേഷൻ ഓഫ് വൈബ്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പറയുന്ന മെക്കാനിക്കൽ വേവ് ട്രാൻസ്വേഴ്സ് ആണോ ലോഞ്ചിറ്റ്യൂഡിനൽ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, the waves of the surface of water, surface of waterൽ വരുന്ന വേവ്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് വന്ന് കാപ്പിലറി വേവും പിന്നൊന്ന് ഗ്രാവിറ്റി വേവും ആണ്. കാപ്പിലറി വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിപ്പിൾസ് ഓഫ് ഷോർട്ട് വേവ് ലെങ്ത്, ചെറിയ ഷോർട്ട് വേവ് ലെങ്ത്തിൽ ഉണ്ടാകുന്ന റിപ്പിൾസിനെയാണ് നമ്മൾ കാപ്പിലറി വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, the restoring force that produces them is the surface tension of water. അപ്പോൾ ആ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവുമല്ലോ, നമുക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാം? ആ വെള്ളത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു വാട്ടറിന്റെ സർഫേസ് ടെൻഷൻ ആണെന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, അപ്പൊ അടുത്തതാണ് നമ്മുടെ ഗ്രാവിറ്റി വേവ്സ് എന്ന് പറയുന്നത്. കാപ്പിലറി വേവ്സും ഗ്രാവിറ്റി വേവ്സും. ഗ്രാവിറ്റി വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് വേവ് ലെങ്ത്തിൽ വരുന്ന വേവ്സ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഷോർട്ട് വേവ് ലെങ്ത്തിൽ വരുന്ന റിപ്പിൾസിനെയാണ് നമ്മൾ കാപ്പിലറി വേവ്സ് എന്ന് പറയുന്നത്. ലോങ് വേവ് ലെങ്ത്തിൽ വരുന്ന വേവ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റി വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ, അതിന് നമ്മൾ എന്താ പറയുന്നത്? ഫുൾ ഓഫ് ഗ്രാവിറ്റി എന്നാണ് പറയുന്നത്. ഫുൾ ഓഫ് ഗ്രാവിറ്റി അത് ആ ഒരു വാട്ടർ സർഫേസിൽ ലോവസ്റ്റ് ലെവലിൽ തന്നെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മെക്കാനിക്കൽ സർഫേസ് ഓഫ് ദ വാട്ടറിൽ വരുന്ന രണ്ട് വേവ്സ് ആണ് കാപ്പിലറി വേവ്സും ഗ്രാവിറ്റി വേവ്സും. ഇനി നമുക്ക് ഈ ഒരു ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ലോഞ്ചിറ്റ്യൂഡിനൽ പറഞ്ഞാൽ എന്താണ്? മീഡിയം മൂവ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് വേവ്, അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ സെയിം ആയിരിക്കും. ഇതെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ആക്ട് ആസ് വൺ ഡയമെൻഷൻ, ഒരു വൺ ഡയമെൻഷൻ ആണ്. ഇത് നമുക്കൊരു 2 ഡയമെൻഷണൽ രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് പോളറൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അലൈൻ ചെയ്യാനോ സാധിക്കില്ല. ഈ വേവിനെ നമുക്ക് പോളറൈസ് ചെയ്യാം, അതല്ലെങ്കിൽ അലൈൻ ചെയ്യാനായിട്ട് നമുക്ക് ട്രാൻസ്വേഴ്സ് വേവിനെ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഈ വേവിനെ നമുക്ക് ഏതൊരു മീഡിയത്തിലും, ഒരു ഗ്യാസോ ലിക്വിഡോ സോളിഡോ ഏത് മീഡിയത്തിൽ വേണമെങ്കിലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഓൺലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? സോളിഡോ അതല്ലെങ്കിൽ ലിക്വിഡ് സർഫേസിൽ മാത്രമാണ് ഈ ഒരു ട്രാൻസ്വേഴ്സ് വേവിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെ എക്സാമ്പിൾ ആണ്. അതായത് എർത്ത് ക്വേക്ക് പി വേവ്, ദാറ്റ് മീൻസ് എർത്ത് ക്വേക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട് പ്രൈമറി വേവ്, സെക്കൻഡറി വേവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ എർത്ത് ക്വേക്കിൽ വരുന്ന പ്രൈമറി വേവ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് എക്സാമ്പിൾ ആണ്. എർത്ത് ക്വേക്കിൽ ഉണ്ടാകുന്ന സെക്കൻഡറി വേവ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇത് നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് റയർ ഫ്രാക്ഷൻസും കംപ്രഷൻസും ആണ്. റയർ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നതിനാണ് റയർ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു കളർ ചേഞ്ചിൽ മാർക്ക് ചെയ്യാം. ഈ ഒരു ഡിസ്റ്റൻസിൽ വരുന്നത് റയർ ഫ്രാക്ഷൻസ് ആണ്. ഈ ഒരു കംപ്രഷൻ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വരുന്ന വേവ്സിനെയാണ് കംപ്രഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു റയർ ഫ്രാക്ഷനെയും കംപ്രഷന്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനെ നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രഫ്സും ക്രെസ്റ്റും ആണ്. ഈ അപ്പർ പാർട്ടിനെ നമുക്ക് ട്രഫ് എന്ന് പറയുന്നത്, ക്രസ്റ്റ് എന്ന് പറയുന്നത്, ലോവർ പാർട്ടിനെ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ട്രാൻസ്വേഴ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എർത്ത് ക്വേക്സ് ആൻഡ് സീസ്മോളജി ആണ്. എർത്ത് ക്വേക്ക് ഒക്കിയർ ആകുന്നത് ഒരു ലാർജ് മാസ് ഓഫ് റോക്ക് സഡൻലി മൂവ് അഗെയിൻസ്റ്റ് അനദർ, ഒരു
പാറ, ഒരു വലിയൊരു പാറ വേറൊരു പാറയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു മൂവ്മെന്റ്സിലാണ് എർത്ത് ഉണ്ടാകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് ഹാപ്പൻസ് അലോങ് സോൺ ഓഫ് വീക്ക്നെസ് കോൾഡ് ഫോൾട്ട് ലൈൻ. അപ്പൊ ഒരു വീക്ക്നെസ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാകും, അവിടെ ഫോൾട്ട് ലൈൻ എന്നാണ് ആ ഒരു ലൈനിനെ പറയുന്നത്. അവിടെയാണ് നമുക്ക് ഈ പറയുന്ന എർത്ത് ഒക്കർ ആവുന്നത്. ഓക്കെ, അവിടെ നമുക്ക് എങ്ങനെയായിരിക്കും, ഓൾറെഡി അവിടെ ഉണ്ടാവുന്ന ആ റോക്ക് ഒക്കെ പൊട്ടിയിരിക്കുകയായിരിക്കും, ബ്രോക്കൺ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനു മുമ്പ് ലാർജ് അഡ്ജസന്റ് ബ്ലോക്സ് ഓഫ് റോക്ക് മേ ബിക്കം ഡിസ്റ്റോർട്ടഡ് അറ്റ് ദ ഫോൾട്ട് ലൈൻ വിതൗട്ട് എനി സ്ലിപ്പേജ്. അപ്പൊ ഇതിനു മുമ്പായിട്ട്, ഈ ഒരു ഓൾറെഡി ബ്ലോക്കൺ ആയിരിക്കുന്നതിന് മുമ്പായിട്ട് അഡ്ജസന്റ് അടുത്തുണ്ടാവുന്ന ആ ബ്ലോക്സ് ഓഫ് റോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റോർട്ടഡ് ആകും. ആ ഒരു ഫോൾട്ട് ലൈനിൽ ഒരു സ്ലിപ്പേജും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഡിസ്റ്റോർട്ട് ആകും. ഓക്കെ, അപ്പൊ എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നത് എലാസ്റ്റിക്കലി അതുപോലെ തന്നെ ഇവൻച്വലി ആയിരിക്കും വെൻ ബ്ലോക്സ് സ്ലിപ്പ് പാസ്റ്റ് ഈച്ച് അതർ. അപ്പൊ ആ ഒരു ബ്ലോക്സുകൾ സ്ലിപ്പ് ആവുന്ന സമയത്ത് നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു എനർജി ഒക്കെ നമുക്ക് ഇലാസ്റ്റിക്കലി ആയിട്ട് ഇവൻച്വലി ആയിരിക്കും നമ്മൾ അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു എനോർമസ് എനർജി എന്ന് പറയുന്നത് ഒരു വേവ് ഓഫ് ഡിഫോർമേഷൻ ആയിട്ട് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ എനർജി ക്യാരിഡ് അവേ ഫ്രം ദ സൈറ്റ് ഓർ ഫോക്കസ് ഓഫ് ദ എർത്ത് ഈ സെറ്റ് ഓഫ് വേവ്സ്. അപ്പൊ ഈ ഒരു എനർജി നമുക്ക് വരുന്നത് എങ്ങനെയാണ്, ഒരു സെറ്റ് ഓഫ് വേവ്സ് ആയിട്ട്, ഒരു എർത്ത് ആയിട്ടായിരിക്കും നമുക്ക് പുറത്തേക്ക് വരുന്നത്. Okay, so the nearest point on the surface to the earthquake is usually directed above the focus. Okay, അതിനെ നമുക്ക് epicenter എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു എർത്ത് വരുന്ന ആ ഒരു നിയറസ്റ്റ് സർഫേസിൽ വരുന്ന ഒരു എർത്ത് വരുന്ന ആ ഒരു നിയറസ്റ്റ് സെന്ററിന്റെ തൊട്ട് മുകളിലുള്ള ഒരു പോർഷനെ നമ്മൾ എപ്പിസെന്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് 3 ടൈപ്സ് ഓഫ് എർത്ത് വേവ്സ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ദ പ്രൈമറി വേവ് ആണ്. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ആ ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡിനലും നമ്മൾ പറഞ്ഞിരുന്നു പ്രൈമറി എർത്ത് സെക്കൻഡറി എർത്ത് വേവ്സും. ഇപ്പൊ പ്രൈമറി വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്, a body wave that travels through rock as longitudinal compression wave. ഒരു longitudinal compression wave ആയിട്ടാണ് ഈ പറയുന്ന ഒരു ബോഡി വേവ് എന്ന് പറഞ്ഞിട്ട് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ പ്രൈമറി വേവ് അതിനെ പറയുന്നത്. ഓക്കെ, അതിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് പി വേവ് എന്ന് പറയുന്നത്. സ്പീഡ് എന്ന് പറയുന്നത് 6 km/s ആണ്. സെക്കൻഡറി വേവ് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ട്രാവൽസ് റോക്ക് ആസ് ദ ട്രാൻസ്വേഴ്സ് ഷിയർ വേവ്. ട്രാൻസ്വേഴ്സ് ഷിയർ വേവ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് സെക്കൻഡറി വേവ്. അതിനെ എസ് വേവ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ സ്പീഡ് 3.5 km/s ആണ്. അടുത്തൊരു വേവ് ആണ് സർഫേസ് വേവ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ദിസ് ആർ ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്. അത് ഗ്രൗണ്ട് അണ്ടുലേറ്റ് ലൈക്ക് എ സീ വേവ്സ്. ഒരു കടലിൽ ഉണ്ടാവുന്ന ആ ഒരു തിരകളെ പോലെ തന്നെ ഗ്രൗണ്ടിൽ വരുന്ന ഒരു വേവ് ആണ്. ഓക്കെ, അത് നമുക്ക് എന്താണ്, ആ ഒരു റഫ് എർത്ത് ബട്ട് ക്യാൻ റീച്ച് ഡെപ്ത് ഓഫ് സെവറൽ 100 kilometers. അപ്പൊ നമുക്ക് റഫായിട്ട് എർത്തിന്റെ റഫായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷെ താഴെ ഭൂമിക്കടിയിൽ സെവറൽ 100 kilometers വരെ ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിനെ നമുക്ക് എൽ വേവ്സ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്, സർഫേസ് വേവ് എന്ന് പറയുന്നത്. ഇതിന് 3.2 km/s ആണ് നമുക്ക് ഇതിൽ വരുന്ന ആ ഒരു ഡിസ്റ്റൻസ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് എർത്ത് വേവ്സ്. ഇനി അടുത്തതാണ്, അപ്പൊ ഇത്ര നേരം നമ്മൾ നോക്കിയത് മെക്കാനിക്കൽ വേവ്സ് ആണ്. സെക്കൻഡ് ടൈപ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഓക്കെ, ദ കോൺസെപ്റ്റ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മാക്സ്വെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പൊ മാക്സ്വെൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഒരു സൈനസോയിഡൽ വേരിയേഷൻ ആവും. ഇലക്ട്രിക്കിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഒരു സൈനസോയിഡൽ വേരിയേഷൻ ആയിരിക്കും നമുക്ക് ഈ പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. ഓക്കെ, at right angles to each other. അതേപോലെ തന്നെ റൈറ്റ് ആംഗിൾസ് ടു ദ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. ആ ഒരു രണ്ടും പരസ്പരം ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ ആയിരിക്കും. അതുപോലെ തന്നെ അവരുടെ പ്രൊപ്പഗേഷനും റൈറ്റ് ആംഗിൾ ആണെങ്കിൽ നമുക്ക് അതിനെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയാം. ഓക്കെ, ഈ രണ്ട് ഫീൽഡും വേരി ചെയ്യുന്നത് ഒരു ടൈമും സ്പേസിനും അനുസരിച്ചിട്ടാണ്. ഒരു സെയിം ഫ്രീക്വൻസിയിലായിരിക്കും വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയാണ്, ഇലക്ട്രിക്കും മാഗ്നറ്റിക്കും. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. Then what are the characteristics of electromagnetic waves നോക്കുകയാണെങ്കിൽ these are produced by accelerated അല്ലെങ്കിൽ oscillating charges. Oscillating charges അല്ലെങ്കിൽ ഒരു accelerated charges വഴിയായിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഒരു മെറ്റീരിയൽ മീഡിയം ആവശ്യമില്ല. നമ്മൾ മെക്കാനിക്കൽ മേഖല പറഞ്ഞിരുന്നു നമുക്കൊരു മീഡിയം ആവശ്യമുണ്ട് പ്രൊപ്പഗേഷൻ. ഇതിന് നമുക്ക് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് മീഡിയം ആവശ്യമില്ല, മെറ്റീരിയൽ മീഡിയം. ഇത് നമുക്കൊരു ഫ്രീ സ്പേസിലും ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് സ്പീഡ് എന്താണ്, ലൈറ്റിന്റെ സ്പീഡ് 3 × 10⁸ m/s ആണ്. അപ്പോൾ c is equal to 1 divided by square root of mu naught epsilon naught ആണ്. mu naught എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി, epsilon naught എന്ന് പറഞ്ഞാൽ എന്താണ്, പെർമിറ്റിവിറ്റി ആണ് ഫ്രീ സ്പേസിന്റെ. ഓക്കെ, then EM waves contain sinusoidally varying electric and magnetic field which are mutually perpendicular to each other and perpendicular to the direction of propagation of the wave. നമ്മൾ പറഞ്ഞ പോലെ തന്നെ EM വേവിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കലും മാഗ്നറ്റിക് വേവും സൈനുസോയിഡൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതിൽ രണ്ട് വേവ്സും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് EM വേവ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് വേവ്സ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതിൽ പ്രത്യേകിച്ച് ഇനി പാർട്ടിക്കിൾസ് ഒന്നും തന്നെ ഉണ്ടാവില്ല EM വേവ്സിൽ. ഓക്കെ, അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് ചാർജ്ഡ് പാർട്ടിക്കിൾസോ അങ്ങനത്തെ ഒരു പാർട്ടിക്കിൾസും തന്നെ ഇതിൽ പറയുന്നതിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ EM വേവ്സ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ ആണ്.
ഈക്വലി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇതിലുണ്ടാവുന്ന എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും ഈക്വലി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. Then the electromagnetic energy is transmitted in the direction of wave propagation with speed. അപ്പോൾ ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് എനർജി എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്? ആ ഒരു വേവ് പ്രൊപ്പഗേഷന്റെ ഇതിലേക്ക് ഡയറക്ഷനിൽ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്? ആ ഒരു ലൈറ്റിന്റെ സ്പീഡിലാണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതേപോലെ EM വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു ഐസോട്രോപിക് ഡൈഇലക്ട്രിക്കിൽ ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ സ്പീഡ് ഓഫ് EM വേവ് ഇൻ ഫ്രീ സ്പേസ്. ഓക്കെ. അപ്പോൾ ഒരു ഐസോട്രോപിക് ഡൈഇലക്ട്രിക്കിൽ എന്ന് പറയുന്നത് ഫ്രീ സ്പേസിനേക്കാൾ സ്പീഡ് കുറവാണെന്നാണ് പറയുന്നത് EM വേവിന്. അതേപോലെ തന്നെ EM വേവ് ക്യാൻ സൂപ്പർ പോസ്ഡ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ഇന്റർഫറൻസ് എഫക്ട്സ്. അപ്പൊ നമുക്ക് സൂപ്പർ പോസ് ചെയ്തിട്ട് ആ ഒരു ഇന്റർഫറൻസ് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് EM വേവിന് പറ്റും. അതുപോലെ തന്നെ ദേ ക്യാൻ ഡിഫ്രാക്ട്. സോ ദീസ് ആർ ദ സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അടുത്തത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ അതിന്റെ വേവ് ലെങ്ത്തിന് അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസിക്ക് അനുസരിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഒരുപാട് വേവ് ലെങ്തിന്റെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു വേവ് ലെങ്തിന്റെ ആ ഒരു ഓർഡറിൽ അതല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി റേഞ്ചിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു വൈഡർ റേഞ്ച് വേവ് ലെങ്ത് ആണ് വരുന്നത്. 10⁻⁻14 തൊട്ട് 10⁻2 മീറ്റർ വരെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു ഓൾ മാഗ്നറ്റിക് സ്പെക്ട്രം നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് സബ് പാർട്സുകളിലേക്ക് സബ് പാർട്ട് ആയിട്ടും ഒരു ഇൻക്രീസിംഗ് വേവ് ലെങ്ത് അക്കോർഡിംഗ് ടു ദയർ എക്സൈറ്റേഷൻ അങ്ങനെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ ഒരു ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ആ ഒരു സ്പെക്ട്രത്തിന്റെ ഓവർലാപ്പിംഗ് നമുക്ക് ഇവിടെ ഒക്കെ ആവുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ അതിന്റെ വേവ് ലെങ്തിനെ ബേസ് ചെയ്ത് നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് പറയാനായിട്ട് പറ്റും. അങ്ങനെ പല രീതിയിൽ നമുക്ക് അത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പറയുന്നത്. ഓക്കെ. ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള വളരെ ചെറിയൊരു പാർട്ട് മാത്രമാണ് നമ്മുടെ ഹ്യൂമൻ ഐയിൽ വിസിബിൾ ആകുന്നത്. ഓക്കെ. ബാക്കിയൊന്നും നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ലൈറ്റ്സ് അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് മെയിൻ പാർട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആ പരിചയമുള്ളതും മെയിൻ ആയിട്ടുള്ളത് നമുക്ക് കേട്ട് പരിചയമുള്ളതൊക്കെ തന്നെയാണ്. ഫസ്റ്റ് വൺ എന്താണ്? റേഡിയോ വേവ്സ് ആണ് അല്ലെ. മാർക്കോണിയാണ് റേഡിയോ വേവ്സിനെ ആദ്യമായിട്ട് 1895 കണ്ടുപിടിച്ചത്. ഇത് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്? ചാർജസ് ആർ ആക്സിലറേറ്റിംഗ് ത്രൂ ദ കണ്ടക്ടിംഗ് വയേഴ്സ്. കണ്ടക്ടിംഗ് വയേഴ്സിലൂടെ ചാർജസ് ആക്സിലറേറ്റ് ചെയ്യുന്നതിന് ഫലമായിട്ടാണ് റേഡിയോ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അത് നമുക്ക് LC ഓസിലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ വേവ് ലെങ്ത് റേഞ്ച് എന്ന് പറയുന്നത് 1 × 10⁻⁻1 മീറ്റർ മുതൽ 3 × 10⁻4 മീറ്റർ വരെയാണ്. അപ്പൊ നമുക്ക് റേഡിയോ വേവ്സ് എന്ന് പറയുന്ന ഒരു റേഞ്ച് ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 3 × 10⁹ ഹെർട്സ് മുതൽ 1 × 10⁴ ഹെർട്സ് വരെയാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഈ റേഡിയോ വേവ്സിനെ അഗൈൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? അൾട്രാ ഹൈ ഫ്രീക്വൻസി, വെരി ഹൈ ഫ്രീക്വൻസി, മീഡിയം ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി ആൻഡ് വെരി ലോ ഹൈ ഫ്രീക്വൻസി ആണ്. ഓക്കെ. അപ്പൊ എവിടെയൊക്കെ നമ്മൾ ഈ റേഡിയോ വേവ്സ് യൂസ് ചെയ്യുന്നത് നോക്കൂ. റേഡിയോ വേവ്സ് ഇന്ന് ബ്രോഡ്കാസ്റ്റിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട്, മൊബൈൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ, റേഡിയോ നാവിഗേഷൻ ആൻഡ് റേഡിയോ അസ്ട്രോണമി. ഓക്കെ. ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഈ പറയുന്ന റേഡിയോ വേവ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സുകളാണ് നമ്മൾ പറയുന്നത്. EM waves of frequency range 530 മുതൽ 17 kHz ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് ബാൻഡ് ആണ്. അത് നമ്മൾ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഈ ഒരു 170 MHz മുതൽ 54 MHz വരെയാണെങ്കിൽ അത് ഷോർട്ട് വേവ് ബാൻഡുകളാണ്. അത് നമ്മൾ സ്കൈ വേവ് പ്രൊപ്പഗേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. Then the frequency range 54 MHz മുതൽ 890 വരെയാണെങ്കിൽ നമുക്കത് ടെലിവിഷൻ വേവ്സിലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു ഫ്രീക്വൻസി റേഞ്ച് 88 മുതൽ 108 വരെയാണെങ്കിൽ അത് ഫ്രീക്വൻസി മോഡുലേറ്റഡ് റേഡിയോ ബാൻഡ് ആണ്. അത് കൊമേഴ്ഷ്യൽ FM പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇലക്ട്രോമാഗ്നറ്റിക് റേഞ്ച് 300 MHz മുതൽ 3000 MHz വരെയാണെങ്കിൽ ദാറ്റ് ഈസ് UHF ആണ്. ദാറ്റ് ഈസ് അൾട്രാ ഹൈ ഫ്രീക്വൻസി ആണ്. അത് സെല്ലുലാർ ഫോൺ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു ഡിഫറെന്റ് ഫ്രീക്വൻസി റേഞ്ച് നമ്മൾ എവിടെയൊക്കെ പർപ്പസിലാണ് ഏതൊക്കെ ആപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലായത്. അടുത്ത സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് മൈക്രോവേവ്സ് എന്ന് പറയുന്നത്. 1896 മാർക്കോണിയാണ് മൈക്രോവേവ്സിനെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ. അതിന്റെ വേവ് ലെങ്ത്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? 1 × 10⁻³ മുതൽ 3 × 10⁻⁻1 മീറ്റർ വരെയാണ്. ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 1 GHz മുതൽ 300 GHz വരെയാണ് വരുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? വാക്വം ട്യൂബ്സ് യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യാം. ക്ലിസ്ട്രോൺ, അതുപോലെ തന്നെ മാഗ്നസ്ട്രോൺ, അതുപോലെ ഗൺ ഡയോഡ്, ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.
എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്? റഡാർ സിസ്റ്റത്തിൽ, എയർക്രാഫ്റ്റ് നേവിഗേഷന് വേണ്ടിയിട്ട് റഡാർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൈക്രോവേവിൽ നമ്മൾ ഡിറ്റക്ടിങ് സ്പീഡ്, ടെന്നീസ് ബോളിന്റെയും ക്രിക്കറ്റ് ബോൾ, ഓട്ടോമൊബൈലിലൊക്കെ നമുക്ക് വരുന്ന സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കുക്കിംഗ് പർപ്പസിൽ മൈക്രോവേവ് ഓവനിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രെയിന്, റെയിൽ വരുന്ന ആ ഒരു സിറ്റിംഗ് മൈക്രോവേവിലൊക്കെ നമുക്ക് ആ ഒരു കൺട്രോൾ റൂമുകളിലൊക്കെ നമ്മൾ ഈ പറയുന്ന മൈക്രോവേവ്സ്, ട്രെയിനിന്റെ ഒക്കെ ആ ഒരു കൺട്രോൾ റൂമുകളിലൊക്കെ ഓപ്പറേഷൻ പ്രോപ്പർ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന മൈക്രോവേവ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അടുത്ത ടൈപ്സിലാണ് വരുന്നത് ഏതാണ്? ഇൻഫ്രാറെഡ് ആണ്. ഓക്കെ, ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 18,000 മില്യൺ ഹേഴ്ട്സിലാണ് ഈ പറയുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിന്റെ വേവ് ലെങ്ത് റേഞ്ച് 7.7 to 10⁻⁷ മുതൽ 5 × 10⁻³ ആണ്. ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 3.8 to 10⁻14 to 6 × 10⁻10 ഹെർട്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു മോളിക്യൂൾസിന്റെ റൊട്ടേഷണൽ ട്രാൻസിഷൻ, അതുപോലെ തന്നെ ആറ്റം ഡ്യൂറിംഗ് സം ഇലക്ട്രോൺ ട്രാൻസിഷൻ, ഈ പറയുന്ന സിറ്റുവേഷൻസിലാണ് ഈ പറയുന്ന ഇൻഫ്രാറെഡ് വേവ്സ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഫോട്ടോ സെൽസ് യൂസ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യാം, ഫോട്ടോഗ്രാഫിക് എമൽഷൻ, അതുപോലെ തന്നെ തെർമോ പൈൽസ്, ബോളോമീറ്റർ, ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത് എന്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു പറഞ്ഞാൽ ബ്ലാക്ക് ബോഡി ആൻഡ് റേഡിയേഷൻ, ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ്, മോളിക്കുലാർ സ്ട്രക്ചർ, ഇതിന്റെയൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫ്രാറെഡ് വേവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹീറ്റ് ലാമ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോട്ടോഗ്രാഫിയിൽ വരുന്ന ഹീറ്റ് ലാമ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിത് ഹ്യൂമൻ ഐസിൽ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റില്ല, പക്ഷെ പാമ്പുകൾക്ക്, സ്നേക്കിന് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് വേറൊരു പേരും കൂടി അറിയപ്പെടുന്നുണ്ട്, ഹീറ്റ് വേവ്സ് എന്നുള്ള ഒരു പേരിലും കൂടി ഇൻഫ്രാറെഡ് വേവ്സ് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ എവിടെയൊക്കെ നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഫിസിക്കൽ തെറാപ്പി, അതായത് മസ്കുലാർ സ്ട്രെയിനിന്റെ ഒക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, ആ ഒരു സാറ്റലൈറ്റിലേക്ക് ഇലക്ട്രിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്നതിന്, ആ ഒരു സോളാർ സെൽ യൂസ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡീഹൈഡ്രേറ്റഡ് ഫ്രൂട്ട്സ് ഇതാക്കാനായിട്ട്, ഫോട്ടോഗ്രാഫ്സ്, ആ ഒരു കണ്ടീഷൻസ് ഓഫ് ഫോഗ്, സ്മോക്ക്, ഈ കാര്യത്തിലൊക്കെ നമുക്ക് ഫോട്ടോഗ്രാഫ്സ് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ ഹൗസ്, പ്ലാന്റ്സ് ഒക്കെ ചൂടായിരിക്കുന്നതിന്, ആ ഒരു വാം ആയിട്ടിരിക്കുന്നതിന് ഗ്രീൻ ഹൗസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഷ്യൻ വോൾസിൽ ഉണ്ടാകുന്ന സീക്രട്സുകളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സോളാർ വാട്ടർ ഹീറ്റർ, കുക്കർ, ഇങ്ങനെയുള്ള ഫലങ്ങളിലൊക്കെ നമ്മൾ ഈ പറയുന്ന ഇൻഫ്രാറെഡ് റേസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഫോർത്ത് ടൈപ്പ് ആണ് വിസിബിൾ റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ന്യൂട്ടൺ ആണ് ഈ പറയുന്ന വിസിബിൾ റേഡിയേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ആ ഒരു നാരോ റീജിയൻ സ്പെക്ട്രൽ നമുക്ക് ഹ്യൂമൻ ഐ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ചെറിയൊരു റീജിയൻ മാത്രമാണ് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 4 × 10⁻⁻7 to 7.7 × 10⁻⁷ മീറ്റർ ആണ്. ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 7.5 × 10⁻14 ഹെർട്സ് മുതൽ 3.5 × 10⁻14 ഹെർട്സ് വരെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ആറ്റത്തിന്റെ ട്രാൻസിഷൻ ടൈമിലാണ് നമുക്ക് ഇത് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ്, പ്ലാന്റ് ഗ്രോത്ത്, ഇതിനൊക്കെ നമുക്ക് ഈ പറയുന്ന ഇൻവിസിബിൾ റേഡിയേഷൻ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അടുത്തതാണ് അൾട്രാ വയലറ്റ്. ഓക്കെ, ഫിഫ്ത്ത് ടൈപ്പ് എന്ന് പറയുന്നതാണ് അൾട്രാ വയലറ്റ് റേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഡിസ്കവർ ചെയ്തിരിക്കുന്നത് 1801 റിക്ടർ ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിന്റെ വേവ് റേഞ്ച് എന്ന് പറയുന്നത് 1 × 10⁻⁸ മീറ്റർ മുതൽ 4 × 10⁻⁷ മീറ്റർ വരെയാണ് നമുക്ക് ഇതിന്റെ വേവ് ലെങ്ത് റേഞ്ച് വരുന്നത്. ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 3 × 10⁻16 to 8 × 10⁻14 ഹെർട്സ് ആണ്. ഓക്കെ, ഇത് നമുക്ക് എമിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആറ്റംസ്, ആ ഒരു ഇലക്ട്രോൺ ട്രാൻസിഷന്റെ സമയത്ത് തന്നെയാണ് ഇതും എമിറ്റ് ചെയ്യുന്നത്. UV rays are produced by sun. സണ്ണിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ ലാംപ്സ്, അതുപോലെ തന്നെ വളരെ ഹോട്ട് ബോഡീസിനൊക്കെ ഈ പറയുന്ന UV rays ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഏറ്റവും കൂടുതൽ UV rays വരുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഓസോൺ ലെയർ അബ്സോർവ് ചെയ്യും. കാരണം എന്താണ്? എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലുള്ള ഓസോൺ ലെയർ ഇത് അബ്സോർവ് ചെയ്യാണ്. അപ്പൊ ലാർജ് ക്വാണ്ടിറ്റിയിൽ ഈ പറയുന്ന ഭൂമിയിലേക്ക് വന്നാൽ അത് ഹ്യൂമൻ ബീങ്സിന് വളരെ രീതിയിൽ അത് ഹാംഫുൾ ആണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഓസോൺ ലെയർ കൂടുതലായിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. മിനറൽ സാമ്പിൾസ് ത്രൂ ദി പ്രോപ്പർട്ടീസ് ഓഫ് യൂസോ, അതായത് ആ ഒരു മിനറൽ സാമ്പിൾസ് ഒക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ മോളിക്കുലാർ സ്ട്രക്ചർ, അറേഞ്ച്മെന്റ്, ഇതിനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനും അതിന്റെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്ടീരിയ, സ്റ്റെറിലൈസിംഗ് പർപ്പസ്, അതായത് നമുക്ക് ആ ഒരു സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിലൊക്കെ സ്റ്റെറിലൈസിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ബർഗ്ലർ അലാറത്തില്, ഫുഡ് പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടി, ഫുഡ് സ്റ്റെപ്പ് ഒക്കെ പ്രിസർവ് ചെയ്തിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന റേസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ടൈപ്പിൽ വരുന്നതാണ് എക്സ്റേസ് എന്ന് പറയുന്നത്. എക്സ്റേസ് കണ്ടുപിടിച്ചിരിക്കുന്നത് ജർമ്മൻ ഫിസിഷ്യനായ റോട്ടൻജൻ ആണ്. 1895 അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 1 × 10⁻⁻11 തൊട്ട് 3 × 10⁻⁸ ആണ്.
ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 10⁻16 to 3 × 10⁻21 ഹെർട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഹൈ എനർജി ഇലക്ട്രോൺസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് ഒരു മെറ്റലിലേക്ക്, ഒരു ഹൈ അറ്റോമിക് നമ്പറിലുള്ള ഒരു മെറ്റലിലേക്ക് നമ്മൾ പെട്ടെന്ന് ഈ പറയുന്ന ഇലക്ട്രോൺസ് ഇതാകുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന എക്സ്റേസ് വരുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഒരു ഫോട്ടോഗ്രാഫിക് എമിഷൻ ഓഫ് അയണൈസേഷൻ ചാമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഫ്ലൂറസെന്റ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഹൈ പെനിട്രേറ്റിംഗ് പവറുള്ള റേസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എക്സ്റേസ് ആണ്. ഇതിന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എക്സ്റേസ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്. ആ ഒരു ഫ്രാക്ചർ, അതല്ലെങ്കിൽ ഫോറിൻ ബോഡീസ്, ബുള്ളറ്റ്സ്, ഇതൊക്കെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. സ്റ്റോൺസ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഫോൾട്ട്, ക്രാക്ക്, ഫ്ലോസ് ഒക്കെ ഉണ്ടാവുന്ന ആ മെറ്റൽ പ്രൊഡക്റ്റിൽ ഉണ്ടാവുന്നതിലൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ടെസ്റ്റിംഗ്, വെൽഡിങ്, കാസ്റ്റിംഗ് ഈ ഒരു ആവശ്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. റേഡിയോ തെറാപ്പി, ഓക്കെ, സ്കിന്നിൽ ഉണ്ടാവുന്ന അൺട്രാക്റ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവുന്നതോ മാലിഗ്നന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എക്സ്പ്ലോസീവ് അല്ലെങ്കിൽ ഗോൾഡ്, സിൽവർ ഇതിന്റെയൊക്കെ സ്മഗ്ലേഴ്സിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓയിസ്റ്ററിൽ ഉണ്ടാകുന്ന പേളുകൾ ഉണ്ടോ, അല്ലെങ്കിൽ റബ്ബർ ടയറിൽ ഉണ്ടാകുന്ന ഡിഫക്ട്സ്, ഗോൾഡ്, ടെന്നീസ് ബോളിലൊക്കെ എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ ഒരു യൂണിഫോമിറ്റി, ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഉണ്ടാകുന്ന യൂണിഫോമിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഇതിനൊക്കെ നമുക്ക് ഈ പറയുന്ന എക്സ്റേസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ലാസ്റ്റ് നമ്മൾ നോക്കുന്നത് ഗാമ റേസ് ആണ്. ഓക്കെ, ഗാമ റേസ് കണ്ടുപിടിച്ചിരിക്കുന്നത് ആരാണ്? പോൾ വില്ലേർഡ് ആണ്. 19,000-ലാണ്. അപ്പോൾ ആ ഒരു എങ്ങനെയാണ് റേഡിയേഷൻ എമിറ്റഡ് ബൈ റേഡിയത്തിൽ നിന്നുണ്ടാകുന്ന ആ ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്തതാണ് ഗാമ റേസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഏണസ്റ്റ് റുദർഫോർഡ് 903-ൽ എന്ത് ചെയ്യുന്നത്? റേഡിയേഷൻ ഓഫ് ഗാമ റേസ് നമുക്ക് റിലേറ്റീവ്ലി സ്ട്രോങ് പെനിട്രേഷൻ ഓഫ് മാറ്റർ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ രണ്ട് ലെസ് പെനിട്രേറ്റിംഗ് ടൈപ്സ് ഓഫ് വരുന്നുണ്ട്, ഡികെ റേഡിയസ് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആൽഫ റേസും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബീറ്റ റേസും ആണ്. ഓക്കെ, അപ്പൊ ഇത് ഈ ഗാമ റേസ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന ആൽഫ റേസും ബീറ്റ റേസും കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ വേവ് ലെങ്ത് റേഞ്ച് ഗാമ റേസിന്റെ വന്ന് 10⁻14 to 10⁻10 മീറ്റർ ആണ് വരുന്നത്. ഫ്രീക്വൻസി റേഞ്ച് വന്നത് 3 × 10⁻22 ഹെർട്സ് മുതൽ 3 × 10⁻18 ഹെർട്സ് വരെയാണ് വരുന്നത്. ഓക്കെ, ഈ റേസ് എന്ന് പറയുന്നത് ഒരു ഹൈലി എനർജറ്റിക് ആണ്. അത് നമുക്ക് ന്യൂക്ലിയസ് ഓഫ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഫോട്ടോഗ്രാഫിക് എമൽഷൻ യൂസ് ചെയ്തിട്ട്, സിൻഡിലേഷൻ കൗണ്ടേഴ്സ്, അതുപോലെ തന്നെ അയണൈസേഷൻ ചാമ്പേഴ്സ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഗാമ റേസ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് പർപ്പസിൽ, അല്ലെ ക്യാൻസർ, ട്യൂമർ ഇതിന്റെയൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പ്രിസർവ് ഫുഡ് സ്റ്റഫിനൊക്കെ ഒരു ലോങ് ടൈമിൽ നമുക്ക് സ്റ്റോർ വെക്കാനായിട്ട് ഗാമ റേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഗാമ റേസിന് മൈക്രോ ഓർഗാനിസത്തിനെ ഇല്ലാതായിട്ട് സാധിക്കും, കൊല്ലാനായിട്ട് പറ്റും. ഓക്കെ, ന്യൂക്ലിയർ റിയാക്ഷന് വേണ്ടിയിട്ട് വാല്യുബിൾ ഇൻഫർമേഷൻ ഓഫ് ദ സ്ട്രക്ചർ ഓഫ് അറ്റോമിക് ന്യൂക്ലിയസ് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഗാമ റേസ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത വേവ്സ് ആണ് മാറ്റർ വേവ്സ് ഓർ ഡി ബ്രോഗ്ലി വേവ്സ്. മൂന്നാമത്തെ ടൈപ്സ് ആണ്, അല്ലെ നമ്മുടെ വേവിൽ വരുന്ന മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് മാറ്റർ വേവ്സ് എന്ന് പറയുന്നത്. These waves are associated with the moving particles of matter like electron, proton, neutron, atoms, molecules, etc. അപ്പോൾ ഒരു മാറ്ററിൽ ഉണ്ടാവുന്ന മൂവിംഗ് പാർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ട് വരുന്ന വേവ്സ് ആണ് ഈ പറയുന്ന മാറ്റർ വേവ്സ് എന്ന് പറയുന്നത്. മൂവിംഗ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇതൊക്കെ വരുന്നതാണ്. ഓക്കെ, ഈ വേവ്സ് ക്വാണ്ടം മെക്കാനിക്കൽ ഡിസ്ക്രിപ്ഷനിലാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കുറച്ച് ഡെഫിനിഷൻസ് ആണ് വരുന്നത്. ഫേസ് ഓഫ് വൈബ്രേഷൻ. Phase of vibration of എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു vibrating particle at any instant is the physical quantity which express the position as well as the direction of motion of the particle at that instant with respect to the equilibrium position. അപ്പോൾ phase of vibration എന്ന് പറഞ്ഞാൽ equilibrium പൊസിഷനിലും ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലും വരുന്ന ആ ഒരു പൊസിഷനും അതിന്റെ ഡയറക്ഷനും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് phase of vibration എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് വൈബ്രേറ്റിംഗ് പാർട്ടിക്കിൾ ആണ്. രണ്ട് സൈഡിലും, പോസിറ്റീവ് സൈഡിലും നെഗറ്റീവ് സൈഡിലും വരുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ വൈബ്രേറ്റിംഗ് പാർട്ടിക്കിൾ ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അടുത്തത് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് നിയറസ്റ്റ് പാർട്ടിക്കിളിന്റെ ആ ഒരു മീഡിയം വൈബ്രേറ്റിംഗ് സെയിം ഫേസിൽ തന്നെ വരുന്ന രണ്ട് നിയറസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിളിന്റെ ആ ഒരു മീഡിയം വൈബ്രേറ്റിംഗ് അതിന്റെ ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ലെറ്റർ ലാംഡയാണ്. ട്രാൻസ്വേഴ്സ് വേവ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് ടു കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് അല്ലെങ്കിൽ ട്രഫിനെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെ നമുക്ക് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ആംഗുലാർ വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഓഫ് ദ വേവിനാണ് നമ്മൾ പറയുന്നത്. ആ ഒരു പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഓഫ് വേവിനെയാണ് നമ്മൾ ആംഗുലാർ വേവ് നമ്പർ എന്ന് പറയുന്നത്. അത് 2 ടൈംസ് ഓഫ് ദ നമ്പർ ഓഫ് വേവ്സ്. അപ്പോൾ ഒരു യൂണിറ്റ് ലെങ്ത്തിൽ എത്രത്തോളം വേവിനെ അത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ അതേ ഇൻറ്റു 2π ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു ആംഗുലാർ വേവ് എന്ന് പറയുന്നത് k ആണെങ്കിൽ then k is equal to 2π by lambda ആണ് നമുക്ക് വരുന്നത്. ഓക്കെ,
ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻസ് അല്ലെ, അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന V എന്നൊരു ലെറ്ററിലാണ്, മെഷർ ചെയ്യുന്നത് ഹെർട്സിലാണ്. ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ദ വേവ് എന്ന് പറയുന്നത് 2π ടൈംസ് ഓഫ് ദ ഫ്രീക്വൻസി ആണ്. ദാറ്റ് ഈസ് ഒമേഗ ഈസ് ഈക്വൽ ടു 2πv ആണ് വരുന്നത്. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ. അടുത്ത ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ T ആണ്. V is equal to 1/T ആണ് വരുന്നത്. ഓക്കെ, ഇനി വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും വെലോസിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ്. വെലോസിറ്റി ഓഫ് വേവ് is equal to frequency into വേവ് ലെങ്ത് ആണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് വേവ് മോഷൻ ത്രൂ പർട്ടിക്കുലർ മീഡിയം ഈസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ മീഡിയത്തിലൂടെ വരുന്ന വെലോസിറ്റി, ആ ഒരു മോഷൻ, വേവ് മോഷന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അത് ആ ഒരു മീഡിയത്തിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. വെലോസിറ്റി ഓഫ് മോഷൻ എന്ന് പറയുന്നത് അതിന്റെ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ്, അല്ലെങ്കിൽ വേവ് ലെങ്ത്തിനെ അല്ലെങ്കിൽ ഇന്റൻസിറ്റിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ വേവ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയത്? ഫസ്റ്റ് വേവ് എന്താ നോക്കി, അതിന്റെ 3 ടൈപ്സ് നോക്കി. ആ ഒരു ടൈപ്സിൽ വരുന്ന സബ് ക്ലാസിഫിക്കേഷൻസുമാണ് നമ്മൾ ഇത്രയും വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു MCQ വീഡിയോ കൂടി നമ്മൾ ഇതിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.